ഭാര്യ പറയും ഞാൻ ഭർത്താവിന് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഭർത്താവ് പറയും ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അത് ഈഗോ ആയി വളരും. ഈഗോ പിന്നെ ആങ്കറായി മാറും. ആങ്കർ പിന്നെ ഫ്രസ്ട്രേഷൻ ആകും. ഫ്രസ്ട്രേഷൻ സ്ട്രെസ് ആകും. സ്ട്രെസ് പിന്നെ ആൻസൈറ്റി ആകും. ആൻസൈറ്റി പിന്നെ റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാക്കുന്ന ബന്ധങ്ങളിൽ റെസ്പെക്ട് ഉണ്ടാവില്ല. റെസ്പെക്ട് ഇല്ലാതെ വരുമ്പോൾ ഉള്ള സ്നേഹം കപടമായി മാറും. ഈ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന്റെ സയൻസ് പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അപകടം, നമ്മൾ ഒരുപാട് ആത്മഹത്യകൾ കാണേണ്ടി വരും. ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യർ മരിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. സ്ട്രെസ്സും ആൻസൈറ്റിയും പ്രഷറും ടെൻഷനും ഒക്കെ വീട്ടിൽ നിന്നെടുത്ത് വർക്കിൽ കൊണ്ടുപോയി ബിസിനസ്സും ജീവിതവും കുടുംബവും ഒക്കെ നശിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. നോക്കൂ, നമ്മൾ ആസ് എ ജനറേഷൻ മറ്റേത് കാലഘട്ടത്തെക്കാൾ ഏറ്റവും കൂടുതൽ അവസരങ്ങളും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആസ് എ ജനറേഷൻ നമുക്കില്ലാത്തൊരു കാര്യം തൃപ്തിയാണ്, സമാധാനമാണ്. ജീവിത സാഹചര്യങ്ങൾ മാത്രമല്ല, വിശ്വാസങ്ങളിൽ പോലും ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വന്നാൽ ഞാനും എന്റെ പാർട്ണറും ഞാനും എന്റെ കുടുംബവും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ദി വീക്ക് കോഡ്. നമ്മൾ എന്ന കോഡ് നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ, ബന്ധങ്ങളെ മീനിങ് ഫുൾ ആക്കാൻ സാധിക്കും എന്ന വിഷയത്തിൽ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം മവദ്ദ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 11, 12 and 13 മൂന്നാറിൽ നടക്കുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. വീക്കോഡ് എന്ന കോഡ് ഡീകോഡ് ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം